ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖല്ലേ? ഇറ്റ്സ് മീ സെയ്ദ് ഷഹീർ ഫ്രം പെപ്പ്. നമ്മളെ പി ജി അപ്ഡേറ്റ് സീരീസ് CUT PG റിസൾട്ട് വന്നതിന് ശേഷം ഓരോ യൂണിവേഴ്സിറ്റികളും ഓരോ ദിവസമായിട്ട് വിളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അവസാനം നമ്മൾ ഏതൊക്കെ വിളിച്ചു, ഏതൊക്കെ അപ്ലൈ ചെയ്തു എന്നുള്ള കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ PG അപ്ഡേറ്റ് സീരീസിലെ അടുത്ത വീഡിയോയിൽ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയുടെ എവ്രിതിങ് ഓൾ അബൌട്ട് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി ആപ്ലിക്കേഷൻ പ്രോസസ്സ് കോഴ്സുകളൊക്കെയാണ് വരുന്നത്. അപ്പം നിങ്ങൾ ഈ ഒരു വീഡിയോ മിസ്സാക്കാതെ മുഴുവനായിട്ടും കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഏകദേശ സംശയങ്ങളൊക്കെ ഇതിൽ വരും. ഈവൻ നമ്മൾ ആപ്ലിക്കേഷൻ പ്രോസസ്സ് വരെ എന്ത് ചെയ്യും കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ എങ്ങനെയാ, പോവല്ലേ? റെഡി അല്ലേ? ഓക്കെ. അപ്പം ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി എവിടെയാണെന്ന് നമുക്കറിയാം. ഇന്ത്യയിലെ ടോപ്പ് യൂണിവേഴ്സിറ്റികളിൽ ഒന്നായിട്ടുള്ളതാണ് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി അല്ലേ? നിങ്ങൾ ടൂറൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടൂറിസ്റ്റ് സ്പോട്ട് കൂടിയാണ് ഹൈദരാബാദ് എന്ന് നമുക്കറിയാം. ഹുസൈൻ സാഗർ തടാകവും ഗോൽക്കൊണ്ട ഫോർട്ടും റാമോജി ഫിലിം സിറ്റിയും നല്ല ഹലിയും ബിരിയാണിയും ഒക്കെ കിട്ടുന്ന ദ ബെസ്റ്റ് സ്ഥലം. അപ്പോൾ നമ്മൾ ഇന്ത്യയിൽ തന്നെ ജീവിക്കാൻ നോക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ചൂസ് ചെയ്യാവുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേസ് ആണ് ഹൈദരാബാദ്. ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ് വിശാലമായിട്ട് കിടക്കുന്ന യൂണിവേഴ്സിറ്റിയാണ്. ഇപ്പോൾ നിങ്ങൾ ഇന്ത്യയിലെ ക്യാമ്പസുകൾ പോയി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഏറ്റവും ടോപ്പ് ക്യാമ്പസുകളിൽ ഒന്നാണ് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെയൊക്കെ ക്യാമ്പസുകൾ അത്രയും അടിപൊളിയാണ്. അപ്പോൾ ഏതായാലും ഹൈദരാബാദിനെ കുറിച്ചിട്ടുള്ള വിശേഷങ്ങളിലേക്കാണ് പോകുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഒന്നാമത് നമ്മൾ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ റാങ്കിങ്ങിൽ വളരെ ടോപ്പിൽ നിൽക്കുന്നതാണ്. QS റാങ്കിങ്ങിലാണെങ്കിലും NIRF റാങ്കിങ്ങിലാണെന്നുണ്ടെങ്കിലും ഒക്കെ വളരെ ടോപ്പിൽ നിൽക്കുന്ന യൂണിവേഴ്സിറ്റിയാണ്. അത്യാവശ്യം നല്ല ഫാക്കൽറ്റീസും നല്ല ഡിപ്പാർട്ട്മെൻറ്റും നല്ല ലാബുകളും ഒക്കെയുള്ള ഒരു കിഡ്ലൻ യൂണിവേഴ്സിറ്റി. ഓക്കെ. അപ്പം എങ്ങനെയാണ് നമ്മളൊരു അഡ്മിഷൻ പ്രോസസ്സിലേക്ക് പോകാമെന്ന് വെച്ചാൽ ഇതാണ് യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദിൻ്റെ വെബ്സൈറ്റ്. ഓക്കെ. ഇതിലിങ്ങനെ മിന്നി കളിക്കുന്ന അഡ്മിഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബട്ടൺ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, അഡ്മിഷൻ ആയിട്ടുള്ള പേജിലേക്ക് പോകും. ഓക്കെ. ഈ ഒരു പേജിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മളുടെ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഡ്മിഷൻ നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഇവിടെ ഇങ്ങനെ എന്ത് ചെയ്യും കാണുന്നതായിരിക്കും. അതിൽ നമ്മൾ ആ ഒരു അഡ്മിഷൻ്റെത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് നെക്സ്റ്റ് ഒരു പേജിലേക്കായിരിക്കും കേട്ടോ, PG അഡ്മിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പം ഈ ഒരു ഇതിൽ നമുക്ക് ഫീസൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. ജനറലിന് എത്രയാണ്, EWS OBC SC ST ഒക്കെ ആപ്ലിക്കേഷൻ ഫീസ് ഇതിൽ കാണിക്കും. ഇതിലൊരു ചെറിയൊരു വ്യത്യാസം, നിങ്ങൾ ചിലപ്പം പ്രോസ്പെക്ട്സ് നോക്കുന്ന സമയത്ത് പ്രോസ്പെക്ട്സിലുള്ള യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദിൻ്റെ പ്രോസ്പെക്ട്സിലുള്ള ആപ്ലിക്കേഷൻ ഫീയും ഇവരുടെ ഈ ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റഡ് വെബ്സൈറ്റിലുള്ള ആപ്ലിക്കേഷൻ ഫീയും തമ്മിലൊരു ചെറിയ വ്യത്യാസമുണ്ട്. അപ്പോൾ ഐ കൺസിഡർ ദിസ് ആസ് ദ റീസെൻറ്റ് വൺ, കാരണം അത് പ്രോസ്പെക്ട്സ് കുറച്ചും കൂടി മുൻപേ വന്നിട്ടുള്ളതാണ്. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് ഇതായിരിക്കും നമ്മുടെ ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. ഓക്കെ. നിങ്ങൾ എന്ത് ചെയ്യണം, ലാസ്റ്റ് ഡേറ്റ്, ഇതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. നമ്മളൊരു പ്രധാന ഒരു വിഷയം എന്ന് പറയുന്നത് ലാസ്റ്റ് ഡേറ്റ്. ഇതറിഞ്ഞാലേ നമുക്കൊരു സമാധാനമാവുള്ളൂ. ഒരിക്കലും നിങ്ങളോട് പറയുകയാണ് ലാസ്റ്റ് ഡേറ്റിലേക്ക് നിങ്ങൾ നീട്ടി വെക്കരുത് കേട്ടോ. ലാസ്റ്റ് ഡേറ്റിലേക്ക് നീട്ടി വെച്ചാലുള്ള പ്രശ്നം എന്താ വെച്ചാൽ വെബ്സൈറ്റ് ഹാങ് ആവുക, സെർവർ ഡൗൺ ആവുക, അങ്ങനെ കുറേ ഇഷ്യൂ ഉണ്ടാവും. അതുകൊണ്ട് ലാസ്റ്റ് ഡേറ്റിലേക്ക് വെക്കരുത്. എന്നാൽ പോലും പറയുകയാണ് നമ്മളെ ജൂൺ 9 ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. ജൂൺ 9 ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. 41 PG പ്രോഗ്രാമുകൾ നമ്മളെ CUET മുഖാന്തരം ഉണ്ട്. അപ്പം നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോഴ്സ് ഇവിടെ ഉണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എല്ലാവരും ഇവിടെ അല്ലേ? റെഡി അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് കണ്ടു. ആപ്ലിക്കേഷൻ പ്രോസസ്സിലേക്ക് നമ്മൾ പോവുകയാണ്. ആപ്ലിക്കേഷൻ പ്രോസസ്സിലേക്ക് പോകുന്നതിൻ്റെ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഡേറ്റുകൾ, ആപ്ലിക്കേഷൻ പ്രോസസ്സ് ഓൾറെഡി സ്റ്റാർട്ടഡ് ആണ്. ഇതിൽ ചില കോഴ്സുകൾക്ക് നമ്മളെ ഇൻ്റർവ്യൂ അടക്കമുള്ളതുണ്ട്. CUT PGയുടെ സ്കോറിന് ശേഷം ഇൻ്റർവ്യൂ ഉള്ളതുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് MPA ഡാൻസ്, MPA മ്യൂസിക്, ഫൈൻ ആർട്സിലുള്ള ചില കോഴ്സുകൾക്ക്, അതുപോലെ തന്നെ വിഷ്വൽ ആർട്സിലുള്ള ചില കോഴ്സുകൾക്കൊക്കെ നമ്മളെ ഇൻ്റർവ്യൂ കൂടെ ഉണ്ട്. MBA ഹെൽത്ത് കെയർ ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിനും ബിസിനസ് അനലിറ്റിക്സിനും ഒക്കെ ഇൻ്റർവ്യൂ ഉണ്ട്. അതുപോലെ തന്നെ MSc ന്യൂറൽ ആൻഡ് കോഗ്നിറ്റീവ് സയൻസിലും ഇൻ്റർവ്യൂ ഉണ്ട്. അപ്പോൾ CUTയുടെ മാർക്കിൻ്റെ ഒരു വെയിറ്റേജ് ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഈ ഇൻ്റർവ്യൂവിനും കൂടി വെയിറ്റേജ് ഉണ്ട്. ആ കോഴ്സുകൾ നോക്കുന്നവർക്കുള്ള ആപ്ലിക്കേഷൻ ഡേറ്റും ഡെഡ് ലൈനും അതിൻ്റെ ഇൻ്റർവ്യൂ ഡേറ്റും ഒക്കെ ഇവിടെ കൃത്യമായിട്ട് ഇട്ടിട്ടുണ്ട്. 18 തീയതിയാണ് 18 ജൂണിനാണ് ഇൻ്റർവ്യൂ
ലിസ്റ്റ് ഇടുക. അതിനുശേഷം ഇൻ്റർവ്യൂ നടക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ഹൈബ്രിഡ് മോഡലാണ്, 24, 25, 26 ഉണ്ടാവുക. എന്നിട്ട് എന്ത് ചെയ്യും, നോട്ടിഫിക്കേഷൻ റിസൾട്ട് ഇടുന്നത് 4 ജൂലൈക്ക്. ഓക്കെ, ഇനി നമ്മൾ ഇൻ്റർവ്യൂ ഇല്ലാത്ത കോഴ്സ്, അതായിരിക്കുമല്ലോ മെജോറിറ്റി ഓഫ് ആളുകൾ നോക്കുന്ന കോഴ്സ് എന്ന് പറയുന്നത് ഇൻ്റർവ്യൂ ഇല്ലാത്ത നമ്മളുടെ മറ്റ് മാസ്റ്റേഴ്സ് കോഴ്സുകളായിരിക്കും. അതിൻ്റെ ആപ്ലിക്കേഷൻ ഡെഡ് ലൈൻ നമ്മൾ പറഞ്ഞു 9 ജൂണാണ്. നോട്ട് ഇറ്റ്, ഇപ്പം തന്നെ എടുത്ത് ഒരു പേപ്പർ പെന്നും എഴുതിയേക്കുക. ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി ലാസ്റ്റ് ഡേറ്റ് 9 ജൂൺ. ഓക്കെ, നമ്മൾ ഇവരുടെ ഫസ്റ്റത്തെ മെറിറ്റ് ലിസ്റ്റ് ഇടുന്നത് 30 ജൂണിനാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു കാൽക്കുലേഷൻ വേണം. 30 ജൂണിനാണ് ഇവർ ഫസ്റ്റ് റിസൾട്ട് ഔട്ട് ചെയ്യുന്നത്. എന്നിട്ടോ ഫിസിക്കൽ വെരിഫിക്കേഷൻ അഡ്മിഷൻ്റെ ഒരു ഫസ്റ്റ് വെരിഫിക്കേഷൻ പ്രോസസ്സ് ഉണ്ടാവും. അതായത് നമ്മളെ കൗൺസിലിംഗ് എന്നൊക്കെയാണ് അതിന് പറയാം. ആ പ്രോസസ്സ് നടക്കുന്നത് 14-15 ജൂലൈ ആണ്. അപ്പം തന്നെ ഒരു കാര്യം ഉറപ്പാണ്, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റീൻ്റെ ഫസ്റ്റത്തെ അഡ്മിഷൻ പ്രോസസ്സിൻ്റെ ഡോക്യുമെൻറ്റേഷൻ പ്രോസസ്സ് 14-15 സെക്കൻഡ് വെയിറ്റിംഗ് ലിസ്റ്റ് അതിന് ശേഷമാണ് എന്തായാലും ഔട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവർ ഇപ്പം തന്നെ അനൗൺസ് ചെയ്തൊരു കാര്യം എന്താ വെച്ചാൽ 16 ജൂലൈന് ഞങ്ങൾ അഡ്മിഷൻ പ്രോസസ്സ് കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ചു പോകണ്ട, ഇവിടെ തന്നെ നിന്നോളുക. അപ്പോൾ അതിനൊരു പ്രിപ്പയർ ആയിട്ടൊക്കെ വന്നിട്ട് നെക്സ്റ്റ് ഡേ തന്നെ എന്ത് ചെയ്യാം, ക്ലാസ്സും തുടങ്ങും എന്നുള്ളതാണ് ഇതിൽ വരുന്നത്. അപ്പോൾ 16 ജൂലൈന് തന്നെ ക്ലാസ് തുടങ്ങും എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് ഇവർ പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ MTech ഒക്കെ നോക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ MTech കാണുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല, എന്നാൽ പോലും ജസ്റ്റ് ഡേറ്റ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇനി ഈ ഒരു ഫസ്റ്റത്തെ പ്രോസസ്സ് കഴിഞ്ഞ് 16-ാം തീയതി ക്ലാസ് തുടങ്ങിയിട്ട് ഇൻ കേസ് സീറ്റ് വേക്കൻ്റ് ആണെന്ന് വിചാരിക്കാം, ഫസ്റ്റ് മെറിറ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് സീറ്റ് വേക്കൻ്റ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, വെയിറ്റിംഗ് ലിസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് വേക്കൻസി ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നത് 22 ജൂലൈനായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഡേറ്റുകളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. ഇതിനു വേണ്ടിയിട്ടാണ് കൃത്യമായിട്ട് പറയുന്നത്. 22 ജൂലൈക്കാണ് ഈ ഒരു ഡേറ്റ് അനൗൺസ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യും, അഡ്മിഷൻ ഓഫ് വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള കാൻഡിഡേറ്റ്സിന് സീറ്റ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫിസിക്കൽ കൗൺസിലിംഗ് നടത്തുന്നത് 30-31 ജൂലൈക്കായിരിക്കും. അപ്പോൾ ഓരോ പ്രോഗ്രാമിലേക്കുള്ള വെയിറ്റിംഗ് ലിസ്റ്റ് എത്രയാണ്, സീറ്റ് എത്രയുണ്ട്, അവർ ഫിസിക്കലി വരേണ്ട ഡേറ്റും ഒക്കെ കൃത്യമായിട്ട് സെപ്പറേറ്റ് ആയിട്ടാണ് അനൗൺസ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ടത് ശ്രദ്ധിച്ച് പോകണം. ഓക്കെ, ഏതായാലും ഇവർ 10 ഓഗസ്റ്റോട് കൂടി ഫുൾ സീറ്റ് വേക്കൻറ്റ് ഫില്ല് ചെയ്യും എന്നുള്ളതാണ് ലാസ്റ്റ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ചില യൂണിവേഴ്സിറ്റികളെയൊക്കെ ഫസ്റ്റ് ലിസ്റ്റ്, സെക്കൻഡ് ലിസ്റ്റ്, തേർഡ് ലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ലിസ്റ്റുകൾ വരുന്നത് പോലെ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി അങ്ങനെ ഒരുപാട് ലിസ്റ്റുകൾ ഔട്ട് ചെയ്യുന്ന സാധ്യത ഇല്ല എന്നുള്ളതും, അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ അലേർട്ടായിട്ട് നിൽക്കണം എന്നുള്ളതും കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ പ്രധാനപ്പെട്ട ഡേറ്റുകളുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മെയിൻ കാര്യങ്ങൾ 9 ജൂണിൻ്റെ മുമ്പ് അപ്ലൈ ചെയ്യണം. അതുപോലെ തന്നെ 30 ജൂണിനാണ് ഫസ്റ്റ് ലിസ്റ്റ് ഇടുക. 14-15 ജൂലൈക്കാണ് വെരിഫിക്കേഷന് പോകേണ്ടി വരിക. 16-ാം തീയതി ജൂലൈ തന്നെ ക്ലാസ് തുടങ്ങും. അപ്പോൾ ആ 16-ാം തീയതി ഹൈദരാബാദിൽ ഉണ്ടാവാൻ നിങ്ങൾക്ക് ഭാഗ്യം കിട്ടട്ടെ എന്ന് ഇപ്പം തന്നെ ആശംസിക്കുകയാണ്. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് സ്റ്റേജിലേക്ക് മൂവ് ചെയ്യാം അല്ലേ. അപ്പോൾ നിങ്ങൾ അപ്ലിക്കേഷന് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു പേജിൽ നമ്മൾക്ക് PG അഡ്മിഷൻ ബേസ്ഡ് ഇവിടെ PG അഡ്മിഷൻ എന്ന് പറയുന്ന ഈ ഒരു ഇതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് CUETയുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോർ PG പ്രോഗ്രാംസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ അവിടെ ഒരു കോളം വരും. അതായത് നിങ്ങളുടെ CUETയുടെ ആപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും വച്ചിട്ട് ലോഗിൻ ചെയ്യാനുള്ളത്. അപ്പോൾ ആ സമയത്ത് നിങ്ങളത് ലോഗിൻ ചെയ്യുമ്പോൾ ഒരു OTP പോവും. ആ OTP നമ്മളുടെ ഇമെയിൽ IDയിലേക്കോ CUETൻ്റെ സമയത്ത് രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്കാണ് പോവുക. ആ OTP വെച്ചിട്ട് എന്ത് ചെയ്യാം, നമ്മൾ ഈ ഒരു പോർട്ടലിൽ ലോഗിൻ ചെയ്യുക. ക്ലിയർ ആണ്? ആ OTP അടിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും, ഇതേപോലത്തെ ഒരു പേജാണ് നമുക്കിവിടെ വരിക. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മളുടെ പ്രോസസ്സിൻ്റെ അപ്ലിക്കേഷൻ ചെയ്യേണ്ട പ്രോസസ്സിൻ്റെ ഒരു പേജ് വരുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് നമുക്കിവിടെയുള്ള ചില കോഴ്സുകൾ ഏതൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കിക്കളയാം അല്ലേ. ഏതൊക്കെ കോഴ്സുകളിലേക്കാണ് നമുക്കിവിടെ അഡ്മിഷൻസ് ഉള്ളത് എന്നത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, നമുക്ക് PG കോഴ്സുകളായിട്ട് വരുന്നത്, പ്രധാനമായിട്ടും വരുന്ന PG കോഴ്സുകൾ എന്ന് പറയുന്നത് സയൻസിൽ MSc മാത്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോ കെമിസ്ട്രി ഒക്കെ വരുന്നുണ്ട്. ഒരുപാട് കോഴ്സുകൾ വരുന്നുണ്ട്. സൈക്കോളജി വരുന്നുണ്ട്. ഇതിൽ അവർ ഹെൽത്ത് സൈക്കോളജി എന്നാണ് കൊടുത്തതെന്നുണ്ടെങ്കിൽ കൂടെ MSc സൈക്കോളജി എന്നാണ് കോഴ്സിൻ്റെ പേര്. ന്യൂറൽ ആൻഡ് കോഗ്നിറ്റീവ് സയൻസ് ഉണ്ട്. MBA പ്രോഗ്രാം ഉണ്ട്. MA ഇംഗ്ലീഷ്, ഫിലോസഫി, ഹിന്ദി, തെലുങ്ക്, ഉറുദു, അപ്ലൈഡ് ലിംഗ്വിസ്റ്റിക്, കമ്പാരിറ്റീവ് ലിറ്ററേച്ചർ, എക്കണോമിക്സ്, ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി, ആന്ത്രോപോളജി, കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഒക്കെ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ
MPAയും MFAയും ഒക്കെ ഉണ്ട്. ഇതിൽ നമുക്ക് നേരത്തെ പറഞ്ഞു ഇൻ്റർവ്യൂ ആവശ്യമുള്ള ചില കോഴ്സുകളുണ്ട്. MCA ഉണ്ട്, MCAയുടെ എലിജിബിലിറ്റി നിംസെറ്റ് ആണ് എന്നുള്ളത് നിങ്ങൾക്കറിയാം. MPH ഉണ്ട്. ഇത്രയും കോഴ്സുകളാണ് നമുക്ക് എവിടെ ഉള്ളത്, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ നോക്കുക കേട്ടോ, നിങ്ങൾ നോക്കുന്ന യൂണിവേഴ്സ് കോഴ്സ് ഇവിടെ ഇല്ലേ എന്നുള്ളത് നോക്കാം. പ്രോസ്പെക്ട്സിലൂടെയും കൂടി ജസ്റ്റ് ഒന്ന് പോവാം അല്ലേ. ഡിഫറെൻറ്റ് സ്കൂൾസ് ആണുള്ളത്, ഫിസിക്സ്, കെമിസ്ട്രി, ലൈഫ് സയൻസ്, ഹ്യൂമാനിറ്റീസ് ഒക്കെ. ഇപ്പോൾ സൈക്കോളജി ഒക്കെ വരുന്നത് മെഡിക്കൽ സയൻസിൻ്റെ അണ്ടറിലാണ്. ഓക്കെ, കണ്ടോ, ഫിസിക്കൽ സയൻസ്, സ്കൂൾ ഓഫ് ലൈഫ് സയൻസിൻ്റെ അണ്ടറിലുള്ള കോഴ്സുകൾ. മെഡിക്കൽ സയൻസിൻ്റെ ഉള്ളിലാണ് സെൻറ്റർ ഫോർ സൈക്കോളജി, സെൻറ്റർ ഫോർ ന്യൂറൽ കോഗ്നിറ്റീവ് സയൻസ് ഒക്കെ ഉള്ളത്. ഹ്യൂമാനിറ്റീസിൻ്റെ അണ്ടറിലുള്ള ഒരുപാട് കോളേജുകൾ, ഡിപ്പാർട്ട്മെൻറ്റ്. ഓക്കെ, ഇത് നമ്മളുടെ അവരുടെ പ്രോസ്പെക്ട്സ് ആണ്. ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയ കൊല്ലമൊക്കെ, ഹൈദരാബാദ് ഉണ്ടായ കാലം പറയുന്നുണ്ട് 591 എന്താണ്, ക്യുലി കുത്തുബ് ഷാ ആണ് ഹൈദരാബാദിൻ്റെ സ്ഥാപകനായിട്ട് പറയുന്നത്. ചാർമിനാറും മക്ക മസ്ജിദും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ. ഓക്കെ, ഇതാണ് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയുടെ ഒരു മാപ്പ് കേട്ടോ. ഞാൻ പോയ ക്യാമ്പസാണ് മക്കളെ, നടന്നാ തീരൂല, ഭയങ്കര രസമുള്ള ക്യാമ്പസാണ്. ഞാനിപ്പോൾ നിങ്ങളോടിപ്പോൾ എങ്ങനെയാണ് പറയുക, നിങ്ങൾ പോയി കണ്ടാലുണ്ടല്ലോ എടാ എന്തായാലും ചേരണം എന്ന് അത്രയും ഇഷ്ടപ്പെടുന്ന ഒരു ക്യാമ്പസാണ് ഏത്, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ് വരുന്നത്. ഓക്കെ, വിശാലമായി കിടക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ കുറേ എന്താണ് ലേക്കൊക്കെ ഉണ്ട്. അതൊക്കെ ഇത് ലേക്കാട്ടോ, പീകോക്ക് ലേക്ക്, ഇതാ ഒക്കെ ലേക്കൊക്കെ ഉണ്ട്. നല്ല രസമാട്ടോ. ഓക്കെ, അപ്പോൾ ഏതായാലും മെയിൻ ക്യാമ്പസുകൾ, മെയിൻ കോഴ്സുകളാണ് അവിടെ. ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകൾ ഒരുപാടുണ്ട്. നമ്മൾ +2 കഴിഞ്ഞിട്ട് തന്നെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന കുറേ കോഴ്സുകളുണ്ട്. അതിനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ നമ്മൾ ഡിഗ്രി കഴിഞ്ഞിട്ട് PGക്കെങ്കിലും നോക്കാം. ഓക്കെ, ഓരോ കോഴ്സിൻ്റെയും എന്താണ് എലിജിബിലിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കുക. റിസർവേഷൻ കാറ്റഗറീസ് ഒക്കെ ഉണ്ട്. ഞാൻ ജസ്റ്റ് കോഴ്സുകളെ ഒന്നും കൂടി എന്ത് ചെയ്യാം, സീറ്റ് ഇൻടേക്കും കൂടി വെച്ച് പറഞ്ഞു തരാം. ഓക്കെ, ഏതായാലും CUT റിസൾട്ടിൽ ആദ്യത്തെ നല്ല റാങ്കുള്ള കുട്ടികളൊക്കെ പൊതുവേ പ്രിഫർ ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി. നിങ്ങൾ എന്താണ് ഹൈദരാബാദ് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പറയണത്. ഞാൻ ഇനി കുറച്ച് കോഴ്സിൻ്റെ ഫീസിലേക്ക് വരാം. ഓക്കെ, നമുക്ക് ചില ആളുകളൊക്കെ ചോദിക്കുന്നതാണല്ലോ എത്രയാണ് അവിടെ ഫീസ് വരുന്നത് എന്നുള്ളത്. ഫീസ് ഓരോ കോഴ്സിൻ്റെയും ഫീസുകൾ നോക്കൂ. നിങ്ങളിപ്പോൾ ഇൻ്റഗ്രേറ്റഡ് കോഴ്സ് ഉണ്ട് ഇവിടെ. ഇൻ്റഗ്രേറ്റഡ് ഇപ്പോൾ MSc മാത്സിനാണെന്നുണ്ടെങ്കിൽ വരുന്ന ഗ്രാൻഡ് ടോട്ടൽ 9450 രൂപയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ MSc ബയോടെക്നോളജിക്ക്, MSc സൈക്കോളജിക്ക് വരുന്നത് ഇതാ നോക്കൂ 20,475 രൂപ. അങ്ങനെ ഓരോ കോഴ്സും വലിയ ഒരു ഓവർ പൈസയൊന്നുമില്ല, എന്നാൽ പോലും എന്താണ് കുഴപ്പമില്ലാത്തൊരു ഫീസ് സ്ട്രക്ചർ ഉണ്ട് കേട്ടോ അല്ലേ. MCAൻ്റെ ഫീസൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. MBA ഒക്കെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ MBA ജനറലിന് 61,000 രൂപയാണ് ഫീസ് വരുന്നത്. MBA ബിസിനസ് അനലിറ്റിക്സിന് അത്യാവശ്യം നല്ലൊരു ഫീസ് ഉണ്ട്, 1.5 ലക്ഷത്തിൻ്റെ അടുത്ത് വരുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഫീസ് സ്ട്രക്ചർ വരുന്നത്. ഓരോ കോഴ്സുകളുടെയും ഫീസ് സ്ട്രക്ചർ ഇവിടെ അവർ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. ഫോറിൻ സ്റ്റുഡൻസിൻ്റെ ഇതാണ്. പിന്നെ വരുന്നത് നമ്മളെ എത്ര സീറ്റുകളാണുള്ളത്. ഇപ്പം ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകൾ കൂടി ഉള്ളത് കൊണ്ട് ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകളുടെ സീറ്റുകളാണ് ഫസ്റ്റിൽ കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇപ്പോൾ ഒപ്റ്റോമെട്രി ഒക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ അത്. നിങ്ങൾ ആരെങ്കിലുമൊക്കെ +2 കഴിഞ്ഞ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കും അവർക്ക്. അതുപോലെ തന്നെ നെക്സ്റ്റ് ഇയറിലേക്കൊക്കെ നിങ്ങൾ അനിയന്മാരൊക്കെ +2 കഴിഞ്ഞവരുണ്ടെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് +2 കഴിഞ്ഞ് ഉടനെ തന്നെ നമുക്ക് 5 വർഷത്തെ കോഴ്സുകൾക്ക് പോകാവുന്ന സ്കീമുണ്ട് ഇവിടെ. ഓക്കെ, ഇനി നമുക്ക് ഇൻടേക്ക് നോക്കാം. ഇൻടേക്ക് ഓരോ കോഴ്സിൻ്റെയും എലിജിബിലിറ്റിയും ഇൻടേക്കും ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് മക്കളെ. നിങ്ങൾ നന്നായിട്ടൊന്ന് വായിച്ചു നോക്കുക. എക്കണോമിക്സിൽ 75 സീറ്റ് ഉണ്ട് കേട്ടോ, 75 സീറ്റ് ഉണ്ട്. ഓരോന്നിൻ്റെയും എന്താണ് എലിജിബിലിറ്റി ഇവിടെ കൊടുത്തിട്ടുണ്ട്. എക്കണോമിക്സും ഉണ്ട്, അതുപോലെ തന്നെ MA എക്കണോമിക്സും ഉണ്ട്, MA ഫിനാൻഷ്യൽ എക്കണോമിക്സ് എന്ന് പറയുന്നുള്ള കോഴ്സും ഉണ്ട്. 2 കോഴ്സുകൾ എന്തുണ്ട് ഇവിടെ ഉണ്ട്. MA ആന്ത്രപ്പോളജി, MBA ബിസിനസ് അനലിറ്റിക്സ്, MBA ഹെൽത്ത് കെയർ ആൻഡ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ MSc ന്യൂറൽ ആൻഡ് കോഗ്നിറ്റീവ് സയൻസ്. സൈക്കോളജിയൊക്കെ പഠിച്ച ആളുകൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പോകാൻ എന്താണ് നല്ലൊരു ഏരിയ ആണ് MSc ന്യൂറൽ കോഗ്നിറ്റീവ് സയൻസ്. 16 സീറ്റ് ഉണ്ട്. അതുപോലെ തന്നെ MEd ഉണ്ട്. അതുപോലെ തന്നെ MA കമ്മ്യൂണിക്കേഷനിൽ 25 സീറ്റുകൾ. പബ്ലിക് ഹെൽത്തിലുണ്ട് ഏകദേശം 38 സീറ്റുകൾ. തിയേറ്റർ ആർട്സിൽ 17 സീറ്റ്. ഓക്കെ, നോക്കാം. പ്രധാനമായിട്ടുള്ള കോഴ്സുകളൊക്കെ ഞാനൊന്ന് ജസ്റ്റ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, പെയിൻറ്റിങ് ഓരോ കോഴ്സുകളുടേത് നിങ്ങൾ കൃത്യമായിട്ട് എലിജിബിലിറ്റി നോക്കൽ നിർബന്ധമാണ് കേട്ടോ. ഓരോ കോഴ്സിൻ്റെയും നേരെയുള്ള എലിജിബിലിറ്റി നിങ്ങൾ അതിന് ഏബിൾ ആണോ എന്നുള്ളത് നോക്കണം. ഇപ്പോൾ MA ഹിസ്റ്ററി നോക്കൂ, 43 സീറ്റ് ഉണ്ട്. നല്ല സീറ്റ്, അത്യാവശ്യം നല്ല നമ്പറല്ല. PGക്ക് ഒരു 43 സീറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അതൊരു വലിയ നമ്പർ തന്നെയാണ്. 43 സീറ്റ് ഉണ്ട് MA ഹിസ്റ്ററിക്ക് വരുന്നത്.
നോക്കാം ബാക്കി കോഴ്സുകളൊക്കെ ഏതാണെന്നുള്ള. ഫിലോസഫിക്ക് 28 സീറ്റ്, പൊളിറ്റിക്കൽ സയൻസിന് 50 സീറ്റും സൈക്കോളജിക്ക് 15 സീറ്റുമാണുള്ളത്, സോഷ്യോളജി 65 സീറ്റ്, MA ഇംഗ്ലീഷ് 56 സീറ്റ്, കമ്പാരിറ്റീവ് ലിറ്ററേച്ചറിന് 30 സീറ്റ്. ഓരോന്നിൻ്റെ എലിജിബിലിറ്റി നോക്കിയാൽ മതി. ഇപ്പോൾ ഉദാഹരണത്തിന് സൈക്കോളജിൻ്റെ എലിജിബിലിറ്റി വിത്ത് എ മിനിമം ഓഫ് 60% മാർക്സ് അറ്റ് ദ ഗ്രാജുവേറ്റ് ലെവൽ വിത്ത് സൈക്കോളജി ആസ് വൺ ഓഫ് ദ സബ്ജക്റ്റ്. 3 വർഷം സൈക്കോളജി പഠിക്കണം എന്നാണ് പറയുന്നത്. പൊളിറ്റിക്കൽ സയൻസിലാണെന്നുണ്ടെങ്കിലോ മാർക്സ് 50% മാർക്ക് മതി, സോഷ്യൽ സയൻസോ ഹ്യൂമാനിറ്റീസോ. അപ്പം ചെറിയ ഓരോ സബ്ജക്റ്റുകളിലെ ചെറിയ ചെറിയ വ്യത്യാസം. ബാക്കി ഓൾമോസ്റ്റ് സബ്ജക്റ്റുകൾക്കൊക്കെ 50% ആണ്. പക്ഷേ സൈക്കോളജിക്ക് 60%, ഡിഗ്രിക്ക് സൈക്കോളജി ഏതെങ്കിലും ഒരു പേപ്പർ പഠിക്കണം എന്നൊക്കെയുള്ള കണ്ടീഷൻ ഉണ്ട്. അപ്പോൾ ഏകദേശം സീറ്റുകളുടെ ഒരു എണ്ണം തന്നെ മനസ്സിലായാൽ നിങ്ങൾക്കൊരു ധാരണ കിട്ടുമല്ലോ അല്ലേ. ഒരു അപ്ലൈ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. നിങ്ങൾ ഓരോ കോഴ്സിനും ഓരോ കട്ട് ഓഫ് ഒക്കെയാണ് ഓരോ പ്രാവശ്യം വരിക. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ താഴത്ത് ഇതിൻ്റെ കട്ട് ഓഫ് എത്രയാണ് എന്നുള്ളത് ഓരോന്നിനും നമുക്ക് പറയുന്നതിൽ ബുദ്ധിമുട്ടാണ്. പൊതുവേ ഹൈദരാബാദിൽ എന്താണ് ഒരു ടോപ്പ് അത്യാവശ്യം നല്ലൊരു സ്കോറ് ഉള്ള ആളുകളൊക്കെ കൊടുക്കുന്ന പ്രിഫറൻസ് കൊടുക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. നോക്കൂ, എല്ലാ കോഴ്സുകളുടെയും സീറ്റ് ഇൻടേക്ക് ഞാനിവിടെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് പോസ് ചെയ്തിട്ട് നോക്കിയാൽ മതി. ഫിസിക്സിലൊക്കെ 56 സീറ്റ് ഉണ്ട്. പോരെ, ഇത്രയൊക്കെ ധാരാളമല്ലേ സീറ്റ്. PGക്ക് നമ്മളെ നാട്ടിലൊന്നും PG ഡിപ്പാർട്ട്മെൻറ്റിൽ ഇത്ര സീറ്റുകൾ കാണാറില്ല. സ്റ്റാറ്റിസ്റ്റിക്സിൽ 35 സീറ്റ് ഉണ്ട് അല്ലേ. ഓരോന്നിലും അത്യാവശ്യം നല്ല സീറ്റുകളുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നോക്കേണ്ടത് ഏതാണ്, ഈ ഒരു അഡ്മിഷൻ പ്രോസസ്സാണ്. അഡ്മിഷൻ പ്രോസസ്സിൽ നിങ്ങൾ ഈ ഒരു പേജിലേക്കാണ് എത്തുക. നേരത്തെ ഞാൻ പറഞ്ഞു OTP ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പേജിലേക്ക് എത്തും. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പ്രൊഫൈൽ ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. ആ പ്രൊഫൈൽ ഫില്ല് ചെയ്യുന്ന സമയത്ത് എന്താണ്, നിങ്ങൾ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ഉദാഹരണത്തിന് OBC ആണോ കാറ്റഗറി ഒക്കെ കൊടുക്കേണ്ടി വരും. അതിൻ്റെ ഡേറ്റ് കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ഇതിലിപ്പോൾ വെബ്സൈറ്റിൽ കാണിക്കുന്നത് നോക്കൂ, 1 ഏപ്രിലിന് ശേഷമുള്ളതെന്നാണ് ഇതിൽ കാണിക്കുന്നത്. അതേ സമയത്ത് ഇത് ഞാൻ EWSലേക്ക് മാറ്റുകയാണെങ്കിൽ അവിടെ കണ്ടോ 1 ഏപ്രിൽ 2025 ശേഷമുള്ള സർട്ടിഫിക്കറ്റ് വേണമെന്നാണ് പറയുന്നത്. SC/STയുടേത് അവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത്രയും ഡീറ്റെയിൽസ് നിങ്ങളുടെ OBC ആണെന്നുണ്ടെങ്കിൽ കാറ്റഗറി സർട്ടിഫിക്കറ്റ് നമ്പറും അതിൻ്റെ ഇഷ്യൂ ഡേറ്റും ഒക്കെ കൊടുത്തുകൊണ്ട് ബാക്കി ഡീറ്റെയിൽസുകൾ കൊടുക്കാം. എല്ലാ ഡീറ്റെയിൽസുകളും കൊടുത്ത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തിട്ട് നെക്സ്റ്റ് നമ്മളെ കോഴ്സിലേക്ക് എന്ത് ചെയ്യാം, പോവാം. അവിടെയാണ് നമ്മൾ കോഴ്സ് സെലക്ട് ചെയ്യേണ്ടത്. നിങ്ങൾ ഏത് കോഴ്സാണോ അപ്ലൈ ചെയ്യുന്നത് അത് നമ്മൾ എന്ത് ചെയ്യണം, കോഴ്സ് സെലക്ട് ചെയ്യുക. നമ്മളെ CUTയുടെ സ്കോർ കാർഡ് നിങ്ങൾക്ക് വേണം. നിങ്ങളുടെ ഓരോ SSLCക്കും 10th SSLC 10th ഓർ +2 അല്ലെങ്കിൽ ഡിഗ്രിയുടെയൊക്കെ മാർക്ക് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾ OBCയോ SC/STയോ EWS ആണെന്നുണ്ടെങ്കിൽ ആ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. അതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പേയ്മെൻറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പം ഇങ്ങനെയാണ് നമ്മളുടെ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സ്. അപ്പം ഒരിക്കൽ കൂടി പറയാണ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയെ കുറിച്ചിട്ടുള്ള ആപ്ലിക്കേഷൻ്റെ ഒരു ഓവറോൾ ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഫസ്റ്റ് പ്രിഫറൻസിൽ ഇന്ത്യയിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് പ്രിഫറൻസിൽ മേൽപ്പറഞ്ഞ കോഴ്സുകൾക്ക് കൊടുക്കാവുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇവിടുന്ന് പോയി വരുന്നതും വലിയ പ്രയാസമില്ല. ശബരി എക്സ്പ്രസ് ഒക്കെ ഉണ്ട്. നമുക്ക് ഒരു 10, 12, 18 മണിക്കൂറോളം യാത്ര ചെയ്താൽ നമുക്ക് അവിടെ എത്താൻ സാധിക്കും. നല്ല ക്ലൈമറ്റാണ്. ഒരു 40 ഡിഗ്രീൻ്റെ താഴത്താണ് മിക്കവാറും ഒക്കെ ഉണ്ടാവുക. ഒരുപാട് യൂണിവേഴ്സിറ്റികൾ, ഏകദേശം ഒരു 9ഓളം യൂണിവേഴ്സിറ്റികൾ ഹൈദരാബാദിൽ തന്നെ ഉണ്ട്. ഇഷ്ടം പോലെ യൂണിവേഴ്സിറ്റികളുണ്ട്. ഇഫ്ലു ഉണ്ട്, അതുപോലെ തന്നെ മാനു ഉണ്ട്, ഒസ്മാനിയ ഉണ്ട്. ഇങ്ങനെ കുറേ യൂണിവേഴ്സിറ്റികൾ IITകളൊക്കെ നമ്മളെ ചുറ്റുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു അക്കാഡമിക് എക്സ്പോഷറും നിങ്ങൾക്ക് അതേ സമയത്തൊരു കൾച്ചറൽ എക്സ്പോഷറും ട്രാവൽ എക്സ്പീരിയൻസും, എന്നാൽ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തു നിന്നും ഈവൻ ഫോറിൻ സ്റ്റുഡൻസും പഠിക്കാൻ വരുന്നതുകൊണ്ട് തന്നെ ഒരു ലിംഗ്വിസ്റ്റിക് എക്സ്പോഷറും അങ്ങനെയുള്ള ഏറ്റവും ബെസ്റ്റ് ഫാക്കൽറ്റീസ് ആയതുകൊണ്ട് ഒരു അക്കാഡമിക് എക്സ്പോഷറും നല്ല ലൈബ്രറി ഉള്ളതുകൊണ്ട് ആ ഒരു നോളജ് എക്സ്പോഷറും ഒക്കെ നിങ്ങൾക്ക് കിട്ടാൻ സാധിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ ഏതായാലും ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടട്ടെ, അപ്ലൈ ചെയ്യൂ. 9-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. അതിനെ അവർ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അന്നാണ് അവർ എക്സ്റ്റെൻഡ് ചെയ്യുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത്. അപ്പം ഉള്ള സർട്ടിഫിക്കറ്റുകൾ വെച്ചിട്ട്, ഇപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും എൻ്റെ കയ്യിൽ അതില്ല ഇതില്ല എന്നൊക്കെ ഉള്ളുണ്ടാവും. ഉള്ള സർട്ടിഫിക്കറ്റുകൾ വെച്ചിട്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്യുക. അപ്പോൾ ഏതായാലും ഹൈദരാബാദിൽ വെച്ച് കാണാം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്.